ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം നമ്മളിത് നേരെ പള്ളിയിലോട്ട് പോവുകയാണ്. കാലത്ത് 10 മണിക്കാണ് ഇവിടെ കുർബാന. ഇവിടെ പാതിര കുർബാനയൊന്നും ഇല്ല കേട്ടോ, കാലത്താണ് കുർബാന. അപ്പോൾ നമ്മൾ ദേ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇന്നാണെങ്കിൽ നല്ല മഴ കേട്ടോ, രാവിലെ തുടങ്ങിയതാണ്, നല്ല മഴയാണ്. നല്ല വെയിലുണ്ടായി, പക്ഷെ നല്ല മഴ. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് വെയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് മഴയായിരുന്നു. ഇന്നലെ എന്നിട്ട് നല്ല വെയിലുണ്ടായിട്ടോ. ഇന്നിപ്പോൾ ഇതേ പിന്നെയും മഴ തന്നെയാണ്. അപ്പോൾ അടിപൊളി മഴ. നമ്മളിപ്പോൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടെ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫ് കറിയായിരുന്നേ. കഴിക്കാം. ഞാനെടുത്തിട്ടുണ്ട്. എന്താണ് മൂസെ പറയാനുള്ളത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടും ബീഫ് കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട ബീഫ് കറിയാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചതാ. അപ്പോൾ ഫസ്റ്റ് 50 ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ട് ദേ നോൺ വെജ് കഴിക്കാൻ പോവുകയാണ്. അമ്മുൻ്റെ എക്സ്പ്രഷൻ. നോർമലി ഈസ്റ്ററിന് അപ്പം, പിന്നെ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നോർമലി കൊച്ചിയിൽ ഉണ്ടാവാറ് ബ്രെഡും ബീഫ് സ്റ്റൂവും ആണ് കേട്ടോ ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം പുട്ടും ബീഫ് കറിയും വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ. അങ്ങനെ നമ്മളിതേ നമ്മുടെ 50 നോമ്പ് ഇവിടെ വീടി. പള്ളിയിലോട്ട് പോകാൻ നല്ല മഴ എത്താ മോർജില് ഞങ്ങളെല്ലാവരും കൊടയും ചൂടി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട് കേട്ടാ. മഴയായതുകൊണ്ട് തന്നെ ഈസ്റ്റർ അത്ര നമുക്ക് ഒരു സുഖമില്ലാത്ത പോലെ തോന്നി. പള്ളിയിൽ പോകാനൊക്കെ ചെറിയൊരു മടി ഉണ്ടായി രാവിലെ മഴ കണ്ടപ്പോൾ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ട്. Simplement parce que Jésus a choisi une femme pour être. അങ്ങനെ ഇതേ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മൻ്റെ കാറ്റീസൻ ടീച്ചറിനെ കണ്ടു. അപ്പോൾ ടീച്ചറോട് കുറച്ച് നേരം സംസാരിച്ച് നിന്നു. കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോഴും മഴ തന്നെയാണ്, ഫുള്ള് മഴ തന്നെയാണ്. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീടെത്തി. പിന്നെ വീടെത്തി കഴിഞ്ഞ് വീട്ടിലോട്ട് നാട്ടിലെല്ലാവരെയും വിളിച്ചു, എല്ലാവർക്കും ഈസ്റ്റർ വിഷൊക്കെ ചെയ്തു, ഫ്രണ്ട്സിനെ വിളിച്ചു. പിന്നെ നമ്മുടെ കുക്കിങ്ങിലോട്ട് കയറി. അപ്പം ഞാൻ തലേദിവസവും ഈസ്റ്ററിൻ്റെ ദിവസമൊക്കെ ആയിട്ട് 2 ദിവസമായിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വറക്കാനുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ തലേ ദിവസം തന്നെ മുളകൊക്കെ തേച്ച് വെച്ചു. എന്നിട്ട് അന്നത്തെ ദിവസം വറുത്തെടുത്തു. ബാക്കി മെയിൻ കറികളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായേ. അപ്പം ഞാൻ ഈസ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായി, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മീൻ കറി വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇത് അത് പോർക്ക് വിന്താലുമാണ്. പിന്നെ ചിക്കൻ പെരട്ട്, പിന്നെ ഇത് ബീഫ് ഫ്രൈ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ അതേ നമ്മളിവിടെ ഫുഡ് അടിപ്പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് അടിയിലോട്ട് കടന്നിട്ടുണ്ട് നമ്മൾ. ഈസ്റ്റർ സ്പെഷ്യൽ എല്ലാം ഇവിടെ സെറ്റായിരിപ്പുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാം.
ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ ഷീജറിന്റെ? അമ്മുന്റെ ബീഫ്. എന്റെയും ബീഫ് തന്നെ ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ. സെക്കൻഡ് ഇതേ പോർക്ക്. എനിക്ക് സെക്കൻഡ് ഇത്, എന്റെ തന്നെയല്ലോ അമ്മുസും. തേർഡ് ഇത്, ഫോർത്ത് ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഫുഡൊക്കെ കഴിച്ച് എൻ്റെ പൊന്നെ ക്ഷീണിച്ചിട്ട് കണ്ണൊക്കെ ചോന്നു, നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഒരാടുത്ത ആൾ വരുന്നുണ്ട് ഇവിടെ. എങ്ങനെയുണ്ടായി ഫുഡൊക്കെ? ഈസ്റ്റർ അപ്പം അങ്ങനെ ഈസ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. ഈസ്റ്റർ പിന്നെ നമ്മളിങ്ങനെ നോമ്പൊക്കെ എടുത്തത് കൊണ്ട് ആ ഒരു ഈസ്റ്റർ ആവാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ ഈസ്റ്റർ നമുക്ക് അത്ര ഒരു സുഖം ഉണ്ടാവില്ല നമ്മളൊരു ആഘോഷിക്കും. ഇത് നമ്മൾ കറക്റ്റ് ഇത്രയും ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈസ്റ്റർ ആണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ പള്ളിയിൽ പോയി അങ്ങനെ ശ്രീചേട്ടൻ അവിടെ ക്രിക്കറ്റ് കാണാണ് കേട്ടോ. നമ്മളും ശല്യം ചെയ്യാൻ പോണില്ല. ശ്രീചേട്ടൻ ക്രിക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്താണേലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഒന്നില്ലെങ്കിൽ അപ്പാൻ്റെ കൂടെ ക്രിക്കറ്റ് കാണും, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്ത് കളർ ചെയ്യും, ഇല്ല ആട്ടോഗ്രാഫ്റ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു, നാട്ടിലെല്ലാവരെയും വിളിച്ചു, അപ്പനെ അമ്മേനെ പപ്പേനെ മമ്മീനെ എല്ലാവരെയും വിളിച്ച് ഈസ്റ്ററൊക്കെ വിഷ് ചെയ്തു. അങ്ങനെ ഈസ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈസ്റ്ററൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ, സത്യം പറഞ്ഞാൽ നല്ല ഫുഡുണ്ടായി, നല്ല സൂപ്പർ ഫുഡായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു. നിനക്ക് സ്പൈസി ഫുഡല്ലേ ഇഷ്ടം? അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയിട്ടാണെങ്കിലും അങ്ങനെ നാട്ടിലത്തെ പോലെ ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് വേഗം തീർന്നു കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഉണ്ടായുള്ളൂ കുർബാന. വേഗം കുർബാന തീർന്നു. എനിക്ക് തോന്നുന്നു ഈസ്റ്റർ നോർമൽ രാവിലെ ആയിരുന്നു കുർബാന, രാത്രി ഉണ്ടായില്ല നമ്മുടെ ഇവിടെ. വേറെ സ്ഥലത്ത് ഇപ്പം അമ്മുൻ്റെ കാറ്റിസം ടീച്ചറിനെ ഞാൻ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്നലെ വേറൊരു സ്ഥലത്ത് രാത്രി 8 മണിക്ക് ഉണ്ടായിരുന്നു, ഒരു 1.5-2 മണിക്കൂറോളം അവിടെ മറ്റേ കുർബാനയാണോന്ന് അറിയില്ല, ഈസ്റ്റർ സെലിബ്രേഷൻ എന്നാണ് പറഞ്ഞത്. കുർബാനയും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്നറിയില്ല. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വർഷം മിസ് ചെയ്തു. അടുത്ത വർഷം പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ പോകണം എന്ന് വിചാരിക്കുന്നു അല്ലേ? വലിയ താല്പര്യമില്ല പള്ളി എന്ന് പറഞ്ഞതുകൊണ്ട്. പള്ളി എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ താല്പര്യമില്ല. ഇല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ. പിന്നെ ആണെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ മോർജിൽ തുളിപ്പിൻ്റെ ഫാമല്ല, തുളിപ്പിൻ്റെ ഇങ്ങനെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോകണം എന്ന് വിചാരിച്ചു. പക്ഷേ ക്ലൈമറ്റ് അത്ര ഒരു സുഖമില്ല, മഴക്കാറും. രാവിലെ ഫുള്ള് മഴയായിരുന്നു, നിങ്ങളും കണ്ടതാണല്ലോ നമ്മൾ പള്ളിയിൽ പോയതൊക്കെ. അപ്പോൾ ക്ലൈമറ്റ് ഒരു സുഖമില്ല. പിന്നെ മെയിനായിട്ട് നല്ല ഉറക്കം, ഹെവി ഫുഡായതുകൊണ്ട് ശരിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം സമയം എത്രയായി? 1:30 ആയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പോവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങൾ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.